ഒരു ന്യൂസ് മേക്കറിന്റെ അവസാന ചുരുക്കപ്പട്ടികയിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവൻ ഇത്രയും വലിയ ആളായ അദ്ദേഹം യഥാർത്ഥത്തിൽ ന്യൂസ് മേക്കർ തന്നെയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. നിയമസഭയിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ശ്രീ വി എസ് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാകും എന്നുള്ളതായിരുന്നില്ല. ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാകും എന്നുള്ളതായിരുന്നില്ല. മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും കള്ള് കേരളത്തിലുള്ള ഭാര്യമാണല്ലോ. ബെസ്റ്റ്. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 9353. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളുടെ കല്ലുണ്ടാ വീക്ക്. പക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അതല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് അദ്ദേഹമുണ്ട്. അത്തരത്തിലുള്ള പല വകുപ്പുകളും ആയിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.